കാണും നേരം കമലാനേത്രൻ്റെ നിറമേഴും. ഹായ് കൂട്ടുകാരെ, അപ്പോൾ വിഷു ആണല്ലേ, വിഷു ദിവസമാണ് കേട്ടോ അത്. വിഷുവിൻ്റെ അന്ന് രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ, 5 മണിയൊക്കെ ആയപ്പോഴേക്ക് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. സൗണ്ടിന് ഇന്ന് ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ, സൗണ്ട് പോയിരിക്കുക. അപ്പോൾ എഴുന്നേറ്റപ്പോൾ ഒന്ന് വീഡിയോ പിടിക്കാനുള്ളൊരു യാതൊരു അവസരം ഉണ്ടായിരുന്നില്ല കേട്ടോ. രാത്രി തന്നെ ഒരുപാട് ലേറ്റായാണ് കിടന്നത്. തലേന്ന് ഞങ്ങൾക്ക് ചെറിയൊരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പോയി വന്നിട്ട് പിന്നെയാണ് ഞാൻ ഓരോന്നൊക്കെ ചെയ്ത് വെച്ചിട്ട് കിടക്കുന്നത്. അപ്പോൾ 11 മണിയായി കിടന്നപ്പോൾ. പിന്നെ രാവിലെ 5 മണിയാകുമ്പോഴത്തേക്കും 4:45 കഴിഞ്ഞപ്പോഴാണ് എഴുന്നേറ്റത്. എന്നിട്ട് പിന്നെ എഴുന്നേറ്റ് വന്നേരം വേഗം സാമ്പാറും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടൊന്നും വീഡിയോ പിടിച്ചിട്ടില്ല കേട്ടോ. പിന്നെ നെയ്യപ്പം ചൂടാൻ വേണ്ടിയിട്ട് ഞാൻ അപ്പം അരച്ച് ചൂട്ടതാണ്. അരി പിന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈസ്റ്റോ അങ്ങനത്തെ അപ്പം അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. വെറുതെ അരി അരച്ച് ശർക്കര ഇട്ടിട്ട് അരി അരച്ചിട്ട് ഒരല്പം ജീരകം ഇട്ടു എന്നല്ലാണ്ട് വേറെ ഒന്നും പഴമോ അങ്ങനെയൊന്നും കൂട്ടാനുണ്ടായിരുന്നില്ല കേട്ടോ. ഈസ്റ്റോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നല്ലപോലെ കുമളച്ച് വന്നു. പക്ഷെ ഭയങ്കരമായിട്ട് കടുപ്പ് ഉറപ്പായിരുന്നു കേട്ടോ. മയമുണ്ട്, പക്ഷെ എന്നാലും എനിക്കത് അത്ര അങ്ങോട്ട് ഇതായില്ല കേട്ടോ. പിന്നെ എന്താ പറയുക, അങ്ങനെ അതെന്താണെന്ന് വെച്ചാൽ ചെറുപ്പത്തിലൊക്കെ നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ ശരിക്കും അച്ഛൻ വീട്ടിലൊക്കെ കാലത്തെ വിളിക്കും. 3:45 4 മണിയൊക്കെ ആകുമ്പോൾ വിളിച്ചിട്ട് അമ്മ വിഷുക്കണിയൊക്കെ കാണിച്ച്, എന്നിട്ട് പിന്നെ ഉറങ്ങൂല. 4 മണി തൊട്ടിട്ട് അച്ഛനും ഞാനും ഏട്ടനും ഞങ്ങളെല്ലാവരും കൂടി പടക്കമൊക്കെ പൊട്ടിച്ച് പൂത്തിരിയൊക്കെ കത്തിച്ച് അങ്ങനെയായിരുന്നു കേട്ടോ അത് വീട്ടിൽ. ഇവിടെ പിന്നെ പിന്നെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയൊന്നുമില്ല. രാത്രി കിടക്കുന്നതിന് മുമ്പ് പടക്കം പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ പകൽ അങ്ങനെ പൊട്ടിക്കുക എന്നല്ലാണ്ട്. അപ്പോൾ അതിനിടയിൽ കൂടി എന്ത് ചെയ്തു, പിന്നെയാണ് ഇവർ എഴുന്നേറ്റ് വന്നത് കേട്ടോ. അപ്പോൾ അവർ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞപ്പോൾ അവരെല്ലാത്തിനും കൂടുന്നുണ്ട് കേട്ടോ. ചേട്ടനെ കൊണ്ട് പറ്റുന്ന പോലെ ചേട്ടായി കൂടി, മോനൂസ് കൂടി. ആദ്യകൂട്ടം ഒരുപാട് വൈകി എഴുന്നേറ്റ് വന്നത്. ആദ്യകൂട്ടം എഴുന്നേറ്റ് വന്നതാ അപ്പുറത്ത് വലേൻ്റെ അപ്പുറത്ത് നിന്ന് പല്ല് കേൾക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് സൗകര്യം ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പുറത്തോട്ട് കിടക്കുന്നത് ഉള്ളതിൽ വെച്ച് ഞങ്ങളിങ്ങനെ ഓരോന്ന് ചെയ്ത് കൂട്ടാൻ ചേട്ടായി ഉണ്ടാക്കി വെച്ചാണ്. എന്നിട്ട് ഉണ്ടാക്കിയതാണ് മിൻറ്റ് ലൈമ് ഇതാട്ടോ, മിൻറ്റ് ലൈമ്. പിന്നെ ഫ്രിഡ്ജ് കേടായതുകൊണ്ട് എന്താ പറയുക, കടയിൽ നിന്ന് ഐസ് ക്യൂബ് വാങ്ങിക്കൊണ്ടുവന്നിട്ട് അതിനകത്ത് ഇട്ടു എന്നുള്ളൂ കേട്ടോ. അങ്ങനെ മിൻറ്റ് ലൈം ഇതാട്ടോ. വിളക്കൊക്കെ കെട്ടിട്ടുണ്ടേ, ഉച്ചയായി. വിളക്കിൽ തിരിയൊക്കെ കത്തി തീർന്നു. ഓ ചവിട്ടല്ലേ മോനിറ്റ കുട്ടീനെ. വലിയേട്ടാനെയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. വലിയേട്ടായെ ഇതാ, കുഞ്ഞേട്ടായി ഇതാ തൊട്ടില്ലാത്തിരുന്ന് ആട്ടാട്ടയിലിരുന്ന് ആടുന്നു. കുഞ്ഞേട്ടായി ഒരു കായ് പറയും കുഞ്ഞേട്ടായെ. ഓ അതെ കേട്ടോ, ഇപ്രാവശ്യം നല്ലതാണ് അബദ്ധം പറ്റിയൊരു വിഷു ആയിരുന്നു കേട്ടോ. പായസം പാല് തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കുഞ്ഞേട്ടനോട് പറഞ്ഞിട്ട് സേമിയം പൊടിക്കണം കേട്ടോ, നമുക്ക് പായസത്തിലേക്ക് ഇടാനാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓരോ പണി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ആയതുകൊണ്ട് കുഞ്ഞേട്ടൻ എന്ത് ചെയ്തു, സേമിയം പൊടിച്ചിട്ട് പാലിലേക്ക് ഇട്ടു, വറക്കാതെ ഇട്ടു. അങ്ങനെ പായസം ഞങ്ങൾക്ക് കൊള്ളായിട്ടോ. പിന്നെ അവിയൽ അതുപോലെ തന്നെ മുറ്റത്ത് അടുപ്പത്തായിരുന്നു കേട്ടോ. അത് മോനൂസ് നല്ലപോലെ തീയൊക്കെ കത്തിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ഓരോന്ന് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഈ വീഡിയോ ഇതിങ്ങനെ ഒരു പിടുത്തമില്ലാത്തതാണല്ലോ. അപ്പോൾ ഇടയ്ക്ക് ഓർമ്മ വരുമ്പോൾ ഫോൺ എടുത്തൊന്ന് വീഡിയോ പിടിക്കും. അപ്പം എന്താവും, നമ്മളെ ശ്രദ്ധയൊന്നും മാറിയില്ലേ. അങ്ങനെ അതിനകത്ത് എന്താ പറയുക, പുക കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണെങ്കിലും ഒരുവിധമൊക്കെ ഒപ്പിച്ചു കിട്ടും ഞാൻ. എന്താണെങ്കിലും ഇപ്രാവശ്യം അബദ്ധം പറ്റിയ വിഷു ആയിരുന്നു. ഭക്ഷണം ഉണ്ടാക്കിയതിൽ പലതരത്തിലുള്ള അബദ്ധങ്ങളായിരുന്നു കേട്ടോ. പിന്നെ ചിക്കൻ ഇത് ചെയ്യണത് കുഞ്ഞിട്ടയാണ്. കുഞ്ഞിട്ട ഞാൻ ചോദിക്കുന്നുണ്ട്, പറഞ്ഞു തരുമോ ഇതിൻ്റെ റെസിപ്പീന്ന്. ഇങ്ങനെ പറഞ്ഞു തരുമല്ലോ കേട്ടോ. ഓരോ പ്രാവശ്യം ഇങ്ങനെ ചിക്കൻ കൊണ്ടുവരുമ്പോൾ കുഞ്ഞിട്ട ഉണ്ടാക്കും കേട്ടോ. പല സാധനങ്ങളൊക്കെ ഇട്ട് പല വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കുവേ. സംഭവം നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. ഇപ്പോൾ പ്രാവശ്യം ഉണ്ടാക്കിയത് അടുത്ത പ്രാവശ്യത്തേക്ക്, പക്ഷേ മൂപ്പർക്കും ഓർമ്മയുണ്ടാവില്ല, ആർക്കും ഓർമ്മയുണ്ടാവില്ല കേട്ടോ. കാരണം ഉണ്ടാക്കുന്ന സമയത്ത് തോന്നുന്നതൊക്കെ ചെയ്തുണ്ടാക്കിയിട്ട്, പക്ഷെ സംഭവം നല്ല പൊളിയായിരിക്കും കേട്ടോ. എനിക്ക് ഇഷ്ടമുള്ളൊരു സാധനം ഉണ്ട് കേട്ടോ. എന്താണെന്ന് പറയാൻ പറ്റുമോ? മോനുജിനോട് ചോദിച്ചേ എന്താണെന്ന് പറയാൻ പറ്റുമോ? എന്താ കറുത്തലുവ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കറുത്തലുവ.
ഈ പുറത്തെ അടുപ്പിൽ നിന്നാട്ടോ ഞങ്ങൾ പിന്നെ അവിയലും അതുപോലെ ബീഫും ചോറും അങ്ങനെയുള്ളതൊക്കെ വെച്ച പുറത്തടുപ്പത്തു നിന്നാണ്. ആ അടുപ്പ് പക്ഷേ പൊളിഞ്ഞു പോയി. ഞങ്ങൾ ഒരുവിധമൊക്കെ കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയതായിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ മോനൂസ് ഓടി കളിച്ചാണ് അവൻ അതിൻ്റെ മുകളിൽ ചാടി കയറിയിട്ട് അത് പൊളിഞ്ഞ് ചാടിയിട്ടോ. അത്ര ഉറപ്പേ ഉള്ളൂ, ഞങ്ങളല്ലേ കെട്ടിയത്. അത് കാരണം അത് പിന്നെ അത് കെട്ടാൻ പറ്റിയില്ല. പിന്നെ ഇങ്ങനെ പോകുന്ന കാരണം വന്ന സമയം ഉണ്ടാവില്ല കേട്ടോ. എന്നിട്ടിപ്പോൾ അവർ എല്ലാ പണിയും കഴിഞ്ഞപ്പോൾ അവർ അതിനകത്ത് പടക്കം പൊട്ടിക്കാൻ വേണ്ടി തീയിട്ട് കൂട്ടാണ്. പിന്നെ അവിടെയായിരുന്നു അവിയൽ വെച്ചത് കേട്ടോ. അപ്പോൾ മോനൂസാണ് അവിയലിൻ്റെ ചോറിൽ കത്തിച്ച്, അപ്പോൾ ചൂട്ടെല്ലാം കൂടെ വെച്ച് കത്തിച്ച് അതിനകത്ത് പുക കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പാവം, അതിനെ പറഞ്ഞിട്ടും കാര്യമില്ല, നമ്മളെ ശ്രദ്ധയും ചെന്നില്ല. എല്ലാം കൂടെ തിരക്ക് പിടിച്ചിട്ട് പലതും 1 മണി കഴിഞ്ഞു ഇവർ വരുന്ന സമയം. ഒരു വടി എടുത്ത ഒരു വടി എടുക്കാം. രാവിലെ വരണമെന്ന് പറഞ്ഞായിരുന്നോ? ആ വീഡിയോ ഇല്ല, ഓഫ് ആക്കൂല. നല്ലൊരു പാട്ട് പാടും. ഒരു പാട്ട് പാടി കൊടുക്കണം കേട്ടോ, വിഷുവിന്റെ പാട്ട് കേട്ടോ. ലാസ്റ്റ് ചോറൊക്കെ ഉണ്ട്, ഒരു പാട്ട് പാടി കൊടുക്കണം. ഞങ്ങളെ കുഞ്ഞുമണികളാട്ടോ. ചേച്ചിക്കുട്ടി ഉണ്ട്, മോനുണ്ട്. ഇതാ ഞങ്ങളെ കണ്ണൻ പോക്കിരി. ഇതുണ്ടോ വേതാളം, വിക്രമാദിത്യന് വേതാളം. ഒരു കുഞ്ഞി ചേച്ചിയാട്ടോ, കുഞ്ഞിച്ചേച്ചി. അതെ, സത്യമായിട്ടോ ചേച്ചിയുടെ സ്ഥാനം തന്നെയാട്ടോ. നീ വെള്ളം കൊടുക്കാം. വെള്ളം കൊടുത്തില്ല, വെള്ളായി മാത്രമേ നടന്നു. ഇത് വെള്ളം കുടിച്ചു നോക്കട്ടെ. മുണ്ട് മുടക്കി ലാലേട്ടൻ മീശ പിരിച്ചു. ലാലേട്ടൻ മുണ്ട് മുടക്കി ലാലേട്ടൻ മീശ പിരിച്ചു. എന്തൊക്കെയാണ് എന്ത് കുടുംബത്തിനെ പറഞ്ഞില്ലല്ലോ. കുറുമ്പത്തിയാട്ടോ, കുറുമ്പത്തി. ഞങ്ങൾ കൂട്ടത്തില് കുട്ടിക്കുറുമ്പി മതിയോ? അവർ വന്നപ്പോൾ ഐസ്ക്രീം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. ഫ്രിഡ്ജില്ലാത്ത കാരണം എന്ത് ചെയ്തു, എല്ലാവരും കൂടി അതിരുന്ന് തിന്ന് തീർക്കേണ്ടി വന്നു കേട്ടോ. അത്രമാത്രം ഐസ്ക്രീം ഉണ്ടായിരുന്നു കേട്ടോ കൊണ്ടുവന്നത്. കുടുവിന് ഒരുക്കി, കുടുവിന് മാല, വള, തലയിൽ എന്താ പൂമ്പാറ്റയോ? പൂമ്പാറ്റ പൊട്ട്. കുടുവിനെ അവർ ഒരുക്കി സുന്ദരിയാക്കി. അയ്യോ ആയി കുടു സുന്ദരി പെണ്ണായി. ആ മക്കളുള്ള സ്ഥലത്ത് ഇരുന്ന് ചോറുണ്ടെന്നുണ്ട് കേട്ടോ. കിടക്കതിൻ്റെ മുകളിലാ. പാവം, മക്കൾക്ക് വേറെ ഇരിക്കാൻ സ്ഥലമില്ല. ഞങ്ങളിപ്പുറത്തിരുന്ന് വർത്താനം പറയുമ്പം ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഷാജേട്ടനും അതുപോലെ ജിനീഷയും അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരപ്പുറത്തിരുന്ന് വർത്താനം പറഞ്ഞ് പിന്നെ വന്നിട്ട് പോകുന്നിടത്ത് കുടുവിനെ എടുത്തോണ്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. കൊടു വഴക്കുണ്ടാക്കി തിരിച്ചു പോകുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി കുറച്ച് രാത്രിയിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾക്കും പോകാനായി, തറവാട്ടിലോട്ട് പോകണം. അങ്ങനെ ഓരോ വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ഞങ്ങൾ ഇരുന്ന്. എല്ലാരും ചെവിയിൽ കൈ വെച്ച് എല്ലാരും പടക്കം പൊട്ടുന്നതിന് ചെയ്യുന്ന പണിയല്ലോ. വാവച്ചി സാച്ചോട്ടിനൊക്കെ തലാണന്റെ ഉള്ളിൽ കയറി ചീറ്റി പോയോ? സത്യാണോ? ഇനിയില്ല, അതാ മുണ്ടൂരി പേപ്പർ വെച്ച് ചെവി പൊത്തി പിടിച്ചേക്ക്. അങ്ങനെ പിന്നെ പിള്ളേർ ഡാൻസൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ചു കേട്ടോ. കോപ്പിറൈറ്റ് വരുമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ പാട്ടിടാത്ത. പടക്കം പൊട്ടിക്കുമ്പോൾ ഇവർ പേടിച്ച്
ഞങ്ങളെ വിഷു കഴിഞ്ഞു കേട്ടോ. നിങ്ങൾ പോവാ അപ്പോൾ ഇവര് പോവാണ്, കൂടെ ഞങ്ങളും ഞങ്ങൾ തറവാട്ടിലേക്ക് ഇറങ്ങാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയിട്ട് ഇനി അവിടെ കാണാം. അങ്ങോട്ട് കൂടെ വിളിക്കടാ. ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ. ഓക്കെ ബൈ, സീ യു. ഓക്കെ. എന്ത് ഭംഗിയല്ലേ ഇവിടെ കാണാൻ. ശരിക്കും അവർ വരാൻ ഒരുപാട് വൈകിയതുകൊണ്ട് കേട്ടോ ഞങ്ങളൊരു കുറേ നേരം ഇന്ന് വർത്താനം പറയണമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി, തറവാട്ടിലെത്തി കേട്ടോ. അപ്പം ചേച്ചിയും ചേട്ടായൊക്കെ പോകാനായിട്ടുണ്ടായിരുന്നു. എന്നാലും കുറച്ച് നേരമൊക്കെ ഞങ്ങൾ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞു. അതുപോലെ നാത്തൂനും അളിയനും ഉണ്ടായിരുന്നു. അളിയനാണെങ്കിൽ ഇന്നലെ ഗൾഫിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ അവർക്ക് തിരക്കുണ്ട് പല സ്ഥലങ്ങളിലും പോകാനൊക്കെ. ഇവിടെ അച്ഛയാട്ടോ, ഞങ്ങൾ അച്ഛയായിരുന്നു. അച്ഛൻ മരിച്ചു പോയിട്ട് ഇപ്പോൾ 2.5 വർഷമായി കേട്ടോ. കുടുവിൻ്റെ പ്രായമാണ്. അച്ഛൻ പോയിട്ട് കുടു വന്നു കഴിഞ്ഞപ്പോഴാണ് അച്ഛ പോയത്. കുടുവിന് അച്ഛനെ കാണാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ അവൻ്റെ 28 ആകുന്നതിൻ്റെ മുമ്പ് തന്നെ അച്ഛയ്ക്ക് തീരെ വയ്യാണ്ടായി. അങ്ങനെ അച്ഛ ഞങ്ങളെ വിട്ട് പോയതാണ്. പിന്നെ മക്കളെല്ലാവരും കൂടി എന്താ പറയുക, അവർ കുറേ പടക്കമൊക്കെ പൊട്ടിച്ച്, പിന്നെ കണ്ണനും ഇവിടെ ഏട്ടൻ്റെ മോനും മോനൂസും അവർ ഒരേ പ്രായക്കാരാട്ടോ. അവർ രണ്ടാളും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട കേട്ടോ. അതാ അവന് പിന്നെ കണ്ണൻ അവിടെ എത്തിയാൽ മോനൂസ് വരണം. മോനൂസ് വിടുവോ എന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി അവർക്കൊക്കെ പോകാനായല്ലോ. അപ്പം ഞങ്ങളെല്ലാവരും കൂടി നിന്നൊരു ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ. അളിയനും സുമി പിന്നെ ഏച്ചിയും ചേട്ടനും മക്കളും, അങ്ങനെ ഞങ്ങൾ വലിയ കുടുംബമാണ് കേട്ടോ. ഓരോരുത്തർ വേറെയൊക്കെ ആണെന്നുള്ളൂ. പിന്നെ എന്താ പറയുക, അപ്പം ഞാനിവിടെ വന്നപ്പോൾ എൻ്റെ പായസം കേടായ കഥയൊക്കെ പറയുന്നു കേട്ടോ. പായസം കുടിക്കാൻ പറ്റാത്ത കഥ. ഞങ്ങളെല്ലാവരും കൂടി നിന്ന് ഫോട്ടോ എടുത്തു. പക്ഷെ ഒരബദ്ധം പറ്റി കേട്ടോ. പിന്നെ നിന്ന് ഗ്രൂപ്പ് മാറിപ്പോയി. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാട്ടോ നിന്നത് ബാക്ക് വശത്ത്. അങ്ങനെ പിന്നെ സുമിയും അളിയനും അവർ പോയി. അതിൻ്റെ മുമ്പ് തന്നെ ചേച്ചിയും ചേട്ടായും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവർ പോണ വീഡിയോ പിടിക്കാൻ പറ്റിയില്ല കേട്ടോ. അവർ പോയത് തന്നെ ബൈക്കിൻ്റെ മുകളിലായിരുന്നു കേട്ടോ. ചേച്ചിയും ചേട്ടായും കണ്ണനും തേവട്ടി 4 പേരും കൂടെ വണ്ടീൻ്റെ മുകളിൽ പോകുമ്പോഴേ ഞങ്ങൾ പറഞ്ഞു, ചേച്ചി സ്കൂട്ടി എടുത്തോ എന്നൊക്കെ പറഞ്ഞു. ചേച്ചി കുഴപ്പമുണ്ടാവില്ല എന്നൊക്കെ ചേച്ചി, പിന്നെ രാത്രി ആവുമല്ലോ എന്നൊക്കെ ഓർത്ത് ചേച്ചി അങ്ങനെ പോയി. പക്ഷെ പാതി എത്തിയപ്പോൾ വണ്ടി എന്താ പറയുക, ടയറ് കാറ്റ് പോകും എന്തോ സംഭവിച്ചു എന്താണെങ്കിലും. പിന്നെ ഞങ്ങൾ വണ്ടിയൊക്കെ കൊണ്ട് കൊടുത്ത് എല്ലാവരും പോയി. ചേച്ചിയും കണ്ണനും ദേവട്ടിയും പോയി, സുമി പോയി, നാത്തൂനും അവരും പോയി. ഇനിയിപ്പം ഞങ്ങൾ ഇവിടെ എല്ലാവരും പോയി. എല്ലാവരും പോയോ കുടു? ഇനി നമുക്ക് അമ്മമ്മേൻ്റെ അടുത്ത് പോയാലോ കുടു? അമ്മമ്മേൻ്റെ അടുത്ത് പോവാ? എന്നാ വാ. ഇനി ഞങ്ങൾ മാത്രം ബാക്കിയായി കേട്ടോ. ഇതാണ് നെരിയല്ലംപാറ. കുടു പോവാ നമ്മള്? പോവാ? പോവാം. അങ്ങനെ പിന്നെ ഞങ്ങൾ പോകുമ്പോഴത്തേക്കും 7 മണിയായിട്ടോ. എന്താ പറയുക, ചേട്ടൻ അവിടെ വണ്ടി കൊണ്ട് കൊടുത്ത് തിരിച്ച് വന്നതിന് ശേഷം ഞങ്ങൾ പോണത്. അപ്പോൾ 7 മണിയായിട്ടുണ്ടായിരുന്നു. അയ്യമ്മ ഇത്ര നേരം വൈകിട്ട് ആരാ വന്നേ? എവിടെയുള്ളവരാ നിങ്ങള്? ഞങ്ങളോ മുക്കും. അതിന്റെ പേരെന്താ? കുടുവോ? അച്ഛനോട് പോയി ഞങ്ങള് വീട്ടിലെത്തിയ സമയം ഞാൻ പേടിച്ചാട്ടോ വന്നത്. അമ്മ പിണങ്ങി നിൽക്കുന്നൊക്കെ വിചാരിച്ച് പേടിച്ചാ സത്യം പറഞ്ഞ വന്നത്. പക്ഷെ ഇല്ല, അമ്മയ്ക്ക് അറിയാം ഇത് എല്ലാ പെൺകുട്ടികളും ഇങ്ങനെ തന്നെ ആയിരിക്കും രാത്രി. അല്ലാതെ ഞങ്ങൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ നേരത്തെ വരലുണ്ട് കേട്ടോ. ഇന്ന് പക്ഷെ ഇങ്ങനെ എല്ലാരും കൂടി ആയതുകൊണ്ട് വൈകിപ്പോയതാട്ടോ.
എത്ര പെട്ടെന്ന് പരിപാടി കഴിഞ്ഞോ? എന്നാ മാറ്റാം. ആണോ? പറ്റൂല. അമ്മേ ഒരു കോമ്പല പടക്കം ഉണ്ടായിട്ട് പടക്കം വാങ്ങിയില്ല. എടാ അമ്മച്ചനൊന്ന് കൊടുക്കേ. അയ്യോ എന്താ കുഴപ്പം? എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. അയ്യോ അത് എങ്ങോട്ടാ വരുന്നത് പറയാൻ പറ്റില്ല കേട്ടോ മക്കളെ. അത് പൊട്ടിപ്പോ ആത്തേക്ക് ഓടിയിട്ട് പിന്നെ അവിടെ ഇങ്ങോട്ട് വന്നതാ. എങ്ങോട്ടാടാ പായിന്? അതിനൊക്കെ അടുത്ത് നിക്കണ്ടേ? കണ്ടോ ആളുകൾ കളിയാക്കണ്? എന്തോക്ക് അതത്രേ ഉള്ളൂ. പടക്കം ഇവിടെ പടക്കം പൊട്ടിക്കുമ്പോ കൊടു അവിടെ പേടിച്ച് സോഫയിൽ പോയി കുത്തി. എന്തോ നല്ല കുട്ടിയെ നോക്കി വെച്ചേ. മോളെ അമ്മോ തീ ഇവിടെ. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും പടക്കം പൊട്ടിയിട്ടെല്ലാം കഴിഞ്ഞ് എല്ലാവരും കുളിച്ചു കേട്ടോ. എല്ലാവരും കുളിയെല്ലാം കഴിഞ്ഞ് ചോറുണ്ട്. കൊടു പടക്കം പൊട്ടിക്കുമ്പോൾ ഒക്കെ അടുക്കളയിലായിരുന്നിട്ട് അങ്ങോട്ട് വന്നിട്ടേ ഇല്ല, അവന് പേടിയായതുകൊണ്ട്. പിന്നെ അമ്മച്ചി അവിടെ ഒറ്റയ്ക്കായതുകൊണ്ട് ഞങ്ങൾ വീണ്ടും തിരിച്ച് തോട്ടുമുഖത്തേക്ക് തന്നെ പോയിട്ടോ. ഞാനും കുഞ്ഞേട്ടയും കൊടു മാത്രമേ പോയുള്ളേ. മോനൂസിനെ ആദ്യക്കുട്ടനെ അമ്മമ്മേൻ്റെ അടുത്ത് നിർത്തി ഞങ്ങൾ മൂന്നാളും തിരിച്ച് തോട്ടുമുഖത്തേക്ക് തന്നെ പോയി കേട്ടോ. പിന്നെ അങ്ങനെ വിഷു കഴിഞ്ഞു. വീഡിയോ കാണണം പറയും. കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു. ഓ